Okay, good morning, dear student. Then നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാൻഡ്സ് ആൻഡ് റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. യൂണിറ്റ് 4 ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് 5ലേക്കാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ യൂണിറ്റ് 4 ലാസ്റ്റ് ഭാഗം ദോ ദ ക്ലൈമറ്റ് ഇസ് യൂഷ്വലി ദ പ്രൈം ഫിഗർ ഓഫ് ഡ്രോട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇറ്റ്സ് എ drought area എന്ന് പറയുമ്പോൾ പറയുന്ന സിറ്റുവേഷൻസ് ഓഫ് മെയിൻ വേഴ്സ് ഓഫ് എ പീപ്പിൾ ഈസ് വാട്ടർ റിസോഴ്സസ് ഫില്ലിംഗ് ട്രീസ് ആൻഡ് ഫയർവുഡ്, denuding the forest and agriculture of housing purpose, mining and unscientific farming methods are indiscriminate drawing the groundwater cause drought. ഡ്രോട്ട് ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഏതെങ്കിലും നോട്ട്സിലേക്ക് എഴുതി വെക്കുക. ഫെല്ലിംഗ് ട്രീസ്, ഓക്കെ, ഫെല്ലിംഗ് ട്രീസ് ഫോർ ഫയർവുഡ്, denuding the forest for agriculture or housing purpose, mining, unscientific farming. അൺസയൻറ്റിഫിക് ഫാമിംഗ് മീൻസ് അതായത് നിയന്ത്രണമല്ലാത്ത രീതിയിലുള്ള കാർഷിക രീതികൾ, അതായത് ഭൂമിക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഫലം, അതായത് ഭൂമി പോസിറ്റീവായിട്ട് സ്വാധീനിക്കാതെ നെഗറ്റീവായിട്ട് ഭൂമിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർഷിക രീതികൾ അവലംബിക്കുന്നത്. ആ ഒരു മാർഗവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഭൂമിയെ ഒരു എന്താക്കി മാറ്റുന്നു, എക്സ്പ്ലോയിറ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ഡ്രോട്ടിന് കാരണമാകുമെന്ന് പറയുന്നു. It's argued that serious drought is developing countries are more function of global developmental policies than dynamic conditions. അതായത് ഡൈനാമിക് ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻ, നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിനും നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ഭൂമി മനുഷ്യൻ്റെ ശാരീരിക പ്രശ്നങ്ങൾക്കും ഫിസിക്കൽ പ്രശ്നങ്ങൾക്കും ജീവജാലങ്ങൾക്കും എൻവയോൺമെൻറ്റിലുള്ള എല്ലാ സകല ബയോട്ടിക്സ് ആൻഡ് അബയോട്ടിക്സ് ഓർഗാനിസത്തിനും സറൗണ്ടിങ്സിലുള്ള എല്ലാവർക്കും ഉപരി മനുഷ്യനിലും സസ്യങ്ങളിലും എല്ലാവർക്കും എന്തായി മാറുന്നു ഈ ഒരു കൺട്രോൾഡ് അല്ലാത്ത ഫാമിംഗ് കണ്ടീഷനും എല്ലാം ഡ്രോട്ടും എല്ലാം കാരണമാവുമെന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഡ്രോട്ട്സ് പ്രൊഡ്യൂസ് സീരീസ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സ് ദാറ്റ് യൂഷ്വലി എക്സ്റ്റെൻഡ് ഫോർ ബിയോണ്ട് ദ ഏരിയ ദാറ്റ് it is experiencing the actual water storage. These may be classified as economic, environmental and social. Three categories ചെയ്തിരിക്കുന്നത്. നമ്മുടെ drought produces series of direct and indirect impacts of usually extend for beyond the area like experiencing the actual water shortage. That may be classified water shortage basically divided into three categories: economics and environmental and social. അതായത് സോഷ്യൽ ഫുഡ് സ്റ്റോറേജ് എക്കണോമിക്സിൽ വരുന്നത്. അത് എക്കണോമിക്സ് പാർട്സിൽ എങ്ങനെയാണ് ഈ ഒരു ഡ്രോട്ട്സ് വരുന്നതെന്ന് ചോദിച്ചാൽ എക്കണോമിക്സിൽ ലോസ് ഓഫ് ക്രോപ്പ് ധാന്യങ്ങളുടെ കുറവ് വരുന്നത്, അതായത് അത് എക്കണോമിക് പാർട്ടിലാവില്ല. അത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു സെക്ഷനിൽ നെഗറ്റീവിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ എന്താണ് അതിനൊരു കാരണം? ലോസ് ഓഫ് ക്രോപ്പ്, ദെൻ ഡയറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫാക്ടറി പ്രൊഡ്യൂസ്. ദെൻ എൻവയോൺമെന്റൽ എന്നുള്ള ഒരു ഭാഗം, അതായത് എക്കണോമിക്, എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ. The droughts are divided into three categories. First is economic, second is environmental, third is social. Economically with the loss of crops, dairy and livestock. Then second environmental with the damage to plant. നമുക്കറിയാം സസ്യങ്ങളുടെ ഡാമേജ് ചെയ്യാൻ മീൻസ് നശിച്ചു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക എന്നുള്ളതാണ് ഡാമേജ് ടു പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പൈസസ് ആൻഡ് ഇറോഷൻ ഓഫ് സോയിൽ, മണ്ണിൻ്റെ നശീകരണം. ദെൻ സോഷ്യൽ സെക്ഷനിൽ വരുന്നത് ഫുഡ് സ്റ്റോറേജ്, ഡാമേജ് ഓഫ് ഹെൽത്ത് ആൻഡ് കോൺഫ്ലിക്ട്സ് വിത്തിൻ വാട്ടർ യൂസേഴ്സ്. അങ്ങനെ ഡാമേജ് ഫുഡും പിന്നെ എന്തൊക്കെയാണ് ഫുഡ് സ്റ്റോറേജും ഡാമേജ് ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് ഡാമേജ്, ഫുഡ് കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും വരിക. ആൻഡ് ഫുഡ് ഷോർട്ടേജ് വരിക, ഫുഡ് ഇല്ലാത്ത ഒരു ദൗർലഭ്യം, ഭക്ഷണത്തിന് ദൗർലഭ്യം വരിക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നത്. Then water harvesting measures will the water harvesting measures is that is water harvesting can be undertaken through variety the ways of. പല വഴികളിലൂടെയാണ് വാട്ടർ ഹാർവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് capturing runoff from root drops and capturing runoff from catchments and capturing seasonal flood waters from local streams and ponds and
റിസർവ്യൂസ്, അതായത് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കെട്ടിക്കിടക്കുന്ന ലേക്സിലും കുറച്ച് പുഴയിലും കുറച്ച് ഈ എന്താ പറയുക കുഴികളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം. ദെൻ കൺസേർവിങ് വാട്ടർ ത്രൂ വാട്ടർ ഷെഡ് ആൻഡ് മാനേജ്മെന്റ്, വാട്ടർ നമ്മൾ സേവ് ചെയ്ത് വാട്ടർ ഷെഡ് ഉണ്ടാക്കി അത് മാനേജ് ചെയ്യുന്ന രൂപം. നെക്സ്റ്റ് പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ദീസ് ടെക്നിക്സ് ക്യാൻ ബി സെർവ് ഫോർ ആസ് പർപ്പസ്. ഇങ്ങനെ ഈ വെള്ളം നമ്മൾ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ മിനറലാക്കി മാറ്റി നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, യൂസ് ഓഫ് പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ കുടിവെള്ളമായിട്ട് ഇതിനെ നമ്മൾ മിനറൽ വാട്ടർ ആക്കി എടുക്കുന്നു. പ്രൊവൈഡ് വാട്ടർ ഫോർ ഇറിഗേഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറിഗേഷൻ ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻക്രീസ് ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ്, നമ്മൾ ഭൂമിയുടെ ഉള്ളിൽ, അതായത് കിണറും ഒക്കെ ഭൂമിയുടെ ഉള്ളിൽ, അതായത് താഴെ അണ്ടർഗ്രൗണ്ടിലുള്ള സംഭവങ്ങളാണ് വെൽസിലേക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. Then reduce store water discharges, urban foods and overloading stages of treatment plants. Reduce seawater intrudes in coastal areas. കോസ്റ്റൽ ഏരിയയിലും സീ വാട്ടർ ഏരിയയിലും എല്ലാം നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എത്തിച്ച് അവിടെ എന്തെങ്കിലും എന്താ വരണ്ട കാലാവസ്ഥ വരുന്ന സമയത്ത് ഈർപ്പമുള്ളതാക്കി മാറ്റാൻ ഇങ്ങനെയുള്ള ഒരു നമ്മുടെ വാട്ടർ റിസ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പോയിന്റ് യൂണിറ്റ് 4 ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും ടെർമിനൽ ക്വസ്റ്റ്യൻസിന് മുമ്പിൽ നമ്മൾ ഓരോ ഏരിയ കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷനാണ്, അതായത് ഡ്രൈനേജ് സിസ്റ്റം ആൻഡ് പ്രിവെന്റിങ് അൺകൺട്രോൾഡ് ഓഫ് വാട്ടർ ആൻഡ് ചെക്ക് ഡാംസ് ഓഫ് പ്രിവെന്റിങ് ദ ഫ്ലോ ഓഫ് റണ്ണിങ് വാട്ടർ, കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ. അതായത് യൂണിറ്റ് 5 സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്, നമ്മുടെ വിഷയമാണ്. യൂണിറ്റ് 4 ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വാട്ടർ റിസോഴ്സിൽ ഡ്രോട്ടാണ് നമ്മുടെ യൂണിറ്റ് 4 ലാസ്റ്റ് ഭാഗം. അതായത് നമ്മൾ യൂണിറ്റ് 5 കടക്കുമ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ. നമ്മുടെ മണ്ണൊലിപ്പ്, മണ്ണിൻ്റെ ആ ഒരു പ്രത്യേകതകൾ. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മെഷേഴ്സ് ടു കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ ആർ ഗ്രോത്ത് ഓഫ് ഗ്രാസസ്. മണ്ണൊലിപ്പ് തടയാൻ നമ്മൾ എന്താക്കണം, നമ്മൾ പുല്ലിനെ വെച്ച് പിടിപ്പിക്കണം. ആൻഡ് സ്റ്റേർബ്സ് ആൻഡ് ട്രീസ് ഓൺ സോയിൽസ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് drainage system which can be prevent of free ആയിട്ട് നല്ല ചീത്ത വെള്ളവും നല്ല ഗുഡ് വാട്ടർ ഡേർട്ടി വാട്ടർ ഒഴിച്ചു പോകാനുള്ള സൗകര്യം ചെയ്യണം. അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് വാട്ടർ, അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് വാട്ടർ, അതായത് കൺട്രോളിലല്ലാതെ വാട്ടർ ഒഴുകി പോകുന്നത്, അതായത് എല്ലായിടത്തേക്കും ഒഴുകി പോവാതെ അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം. ഗ്രാസ് വെച്ച് പിടിപ്പിക്കണം. ആൻഡ് ഗ്രാസ് മാത്രം പോലെ മരങ്ങളുടെ നമ്മൾ വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കണം. വാട്ടർ ഫ്ലോ കോസസ് ഫോർമേഷൻ ഓഫ് നാരോ ചാനൽസ് ഓഫ് ഗല്ലീസ്, ഡെവലപ്മെന്റ് ഓഫ് റാവിൻസ്, അതായത് ഗല്ലികൾ, പല ഇങ്ങനെ വാട്ടർ ഫ്ലോ ഒഴുകിപ്പോയി കെട്ടിക്കിടന്ന് നമുക്ക് പല എന്തായി വരുന്നു, വേറെ ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇറ്റ് ഹാവ് ബീൻ ഫോംഡ് ആസ് റിസൾട്ട് ഓഫ് ഡീപ് ഇറോഷൻ ആൻഡ് ദ പ്രോസസ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂ. This can be controlled by constructing series of check dams to prevent the flow of running water widening the gullies. അതായത് ഡാമുകൾ നിർമ്മിക്കുന്നതിലൂടെ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. നെക്സ്റ്റ് ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഒറീസ ഹാസ് പ്രൊവൈഡ് ടു ബി വെരി ഡിറ്റക്റ്റീവ് കൺട്രോൾ, very effective in controlling erosion by sea waves and currents, movements of sand by gusts of wind of deserts of sandy coast are prevented by putting barriers to trees of shrubs across the path of vine. In the mountain and hilly areas, planting of shrubs and branches of soil propagating trees and shrubs. നമുക്കറിയാം ഹില്ലി ഏരിയ, അതായത് പർവ്വത മലനിരകളിലെ മണ്ണൊലിപ്പ് കുറവായിരിക്കും. കാരണം മരമുകളിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളം തടഞ്ഞു നിർത്താൻ എന്തുണ്ടാവും, ഈ മരങ്ങളുടെ വേരുകൾ ശക്തമായ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരുകൾ തടഞ്ഞു നിർത്താനുള്ളപ്പോൾ അത് നമ്മുടെ വാട്ടർ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു, അവിടെ വെല്ലിലെത്തുന്നു. നമ്മൾക്ക് ഭാവിയിൽ നമുക്ക് വേനൽക്കാലമാവുന്ന വെല്ലിൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നോട്ട് ഓൺലി strengthens slope of the terrace but also provide fuel wood and fodder to farmers. അതായത് ഫാർമേഴ്സിന് ഉപയോഗിക്കാനും
നമുക്ക് നമ്മുടെ ഓരോരോ സോയിൽ മാനേജ്മെൻറ്റിനും, അതായത് മണ്ണിനൊരു മാനേജ്മെൻറ്റ് ഉണ്ട്. മണ്ണിന് നിലനിർത്തുന്നത് മണ്ണിനൊരു മാനേജ്മെൻ്റ് ആയിട്ട് നിലനിർത്താൻ മണ്ണിൻ്റെ ഫലപുഷ്ടിക്കനുസരിച്ച് മണ്ണിനെ പല കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ് എന്നിങ്ങനെ പല വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിലേക്കൊക്കെ എന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ സോയിലിനെ സേവ് ചെയ്യാനും അങ്ങനെ എല്ലാം കൊണ്ട് മണ്ണൊലിപ്പ് തടയുന്നതിലൂടെ നമുക്ക് കാരണമാക്കാം. ഇതിൽ സോയിൽ മാനേജ്മെന്റ് പറയുന്നത്, ആസ് വി ഹാവ് said before, soil as a precious resources which lies millions of years of work. നമുക്കറിയാം സോയിൽ ഒരു പ്രഷ്യസ് റിസോഴ്സസ് ആണ്, വില കൂടിയ സമയം. സോയിലില്ലെങ്കിൽ മനുഷ്യർ കാൽ വെച്ച് നടക്കാൻ എന്തില്ല, മണ്ണില്ലെങ്കിൽ നമ്മൾ മനുഷ്യരില്ല. ഓക്കെ, മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും ജനിക്കുന്നത് പിന്നെ ഭൂമിയിലേക്കാണെങ്കിൽ വളരുന്നതും നമ്മൾ ജീവിക്കുന്നതൊക്കെ മണ്ണിൽ തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ മരിച്ചു പോകുന്നത് മണ്ണിലേക്കാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അതുകൊണ്ട് സോയിൽ ഇസ് എ പ്രഷ്യസ് റിസോഴ്സസ് ഇൻ അവർ എർത്ത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. നെക്സ്റ്റ്, വിച്ച് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഫോർ ദ ഹാൻഡ്സ് ഓഫ് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് സോയിൽ. സോയിലിനെ പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് ചെയ്യാനും നെസസറി. ദിസ് മാനേജ്മെന്റ് ഓഫ് ദ സോയിൽ ഇസ് ടു ഫോൾഡ്. മിനിമൈസ് ഓഫ് ചെക്ക് സോയിൽ ഇറോഷൻ ആൻഡ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ സോയിൽ. മണ്ണിനെ നമ്മൾ എന്ത് ചെയ്യുക? അത്രയും പെർസ്പെക്റ്റ് ആയിട്ട്, അതായത് ഒരേ നല്ല വീക്ഷണത്തിലൂടെ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത്. An ideal land use in the hill region, and let's see what are the essential components of management is. It's a hill regional manner. Since food of increasing population requires more land cultivation hill area, drought, then water resources, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ്. Construction of road and building should be reduced of the minimum. Extreme care should be taken the selecting sites of developing of industries, and construction of dam and water reservoirs and mining so that the environment and soil disasters of the conditions of the people living in that area are not disturbed. നമ്മൾ ജനങ്ങൾ ജീവിക്കുന്നത് ഡിസ്റ്റർബ് ഇല്ലാതെ, തടസ്സമില്ലാതെ മുന്നോട്ട് പോവാൻ നമ്മുടെ ജനജീവിതത്തിന് ഭാവിയിലേക്ക് നല്ല രീതിയിൽ ഒരു സേഫായി ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ വേണ്ടി തന്നെ ഇതെല്ലാം വേണം. വാട്ടർ വേണം, സോയിൽ വേണം, ഡിസേർട്ട് ഏരിയ വേണം, ഹിൽ ഏരിയ വേണം, പിന്നെ എക്കോസിസ്റ്റം വേണം, ഓർഗാനിസത്തിന് നമ്മൾ സേവ് ചെയ്യണം. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാ ജീവനില്ലാത്തവരുമായ പല ഘടകങ്ങളെയും നമ്മൾ സേവ് ആക്കി വെക്കണം എന്നാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ്, ഈ എന്താ പറയുക, നമ്മുടെ വാട്ടർ റിസോഴ്സിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ റിവേഴ്സിനെ എങ്ങനെ സേവ് ചെയ്യാം, ഫോറസ്റ്റ് എങ്ങനെ സേവ് ചെയ്യാം, നമ്മൾ കൾട്ടിവേഷൻ ഏത് രൂപത്തിലൊക്കെ നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാം, സോയിലിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യാം, സോയിൽ അതായത് നാച്ചുറൽ കലാമിറ്റി ആയ നമ്മുടെ ഫ്ലഡ് നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത്, ഫ്ലഡ് വന്നാൽ ദുരന്ത കാരണങ്ങൾ, അങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്ത് നമ്മൾ യൂണിറ്റ് 5 റിപ്പീറ്റ് ചെയ്ത് യൂണിറ്റ് 5